ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അല്പസമയം പിന്നിടുമ്പോൾ അജി പൂളിൽ നിന്ന് കയറി ഡ്രസ്സ് മാറി വന്നു. ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. കയ്യിലിരുന്ന തവല് കൊണ്ട് തല തുറച്ച ശേഷം അത് ഡ്രയർ വെച്ച് ഉണക്കി സെറ്റ് ചെയ്തു. അർജുൻ. ഗ്ലാസ് ഡോറിൻ്റെ സൈഡിൽ നിന്നും ഒരു വശ്യമായ ശബ്ദത്തോടൊപ്പം അതിൻ്റെ ഉറവിടം കൂടെ മുന്നിലേക്ക് വന്നു. അത്രയും നേരം ശാന്തമായിരുന്ന അജുവിൻ്റെ മുഖം മെല്ലെ മാറി. ഇവൾ വർഷ ആനന്ദ്, അജുവിൻ്റെ അച്ഛനായ ദാസിൻ്റെ ഏക സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ ആനന്ദിൻ്റെ ഇളയ മകൾ. മൂത്ത മകൻ ആരവാനന്ദ്. അജുവിൻ്റെയും വർഷയുടെയും വിവാഹമാണ് ഉടനെ. കഴിഞ്ഞ മാസമായിരുന്നു അവിടെ എൻഗേജ്മെൻറ്റ്. അതും എല്ലാ വിശിഷ്ട വ്യക്തികളെയും അറിയിച്ചു കൊടുത്തിന് അത് നടത്തി. സർപ്രൈസ്! അർജുൻ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അവളൊരു പുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവളെ ശ്രദ്ധിക്കാതെ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം മുഖത്ത് അടികൊണ്ടതുപോലെ നിന്നുപോയി അവൾ. പിന്നെ കലിയോട് അവൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും മാധവൾക്ക് തടസ്സമായി കയറി നിന്നു. അതുകൂടി ആയതും ദേഷ്യം കൊണ്ട് വിറച്ചവൾ. വാട്ട് ദിസ് മാധവ്, എനിക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ മാത്രം വളർന്നു നീ? മാറി നിൽക്ക്, എനിക്ക് അർജുനോട് സംസാരിക്കണം. സോറി വർഷ, അവനിപ്പോൾ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആണ്, സോ പ്ലീസ്. പതിയാണെങ്കിലും അല്പം മുറിച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ. അത് കേൾക്കെ അവൾ ദേഷ്യത്തോട് അവൻ നോക്കി. അർജുൻ എൻ്റെ ഭാവി വരനാണ് മാധവ്, അവനോട് സംസാരിക്കാൻ എനിക്ക് ആരുടെ പെർമിഷൻ വേണ്ട. അതും പറഞ്ഞവനെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ മാധവ് ഒരു ചിരിയോടെ വീണ്ടും അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ വർഷ, നീ അവൻ്റെ മേൽ ഇത്രയും അഹങ്കാരം കാണിക്കാൻ? നടക്കുമോന്ന് പോലും ഉറപ്പില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ വിവാഹം. സോ അവളെ നോക്കി ഒരു ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് പോകുമ്പോൾ വർഷ കലിയോട് അടുത്ത് കണ്ട ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞൊടിച്ചു. മോളെ പതിയെ, ആ കസേരയുടെ കാല് ഇളകിയിരിക്കുക, സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീഴുട്ടോ നീ. രാവിലെ തുടങ്ങിയ പണിയാണ്. അമ്മയും മക്കളും കൂടെ ഔട്ട് ഹൗസ് വീട് വൃത്തിയാക്കുക എന്നത്. ഉടുത്തിരുന്ന ദാവണി മടക്കി ഇടുപ്പിൽ കുത്തി ഒരു കാലിളകിയ ചേറിൻ്റെ പുറത്ത് കയറി നിന്ന് ആ വല മുഴുവൻ അടിച്ചു മാറുവാണ് മാളും. മയു ബാക്കി റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ സിന്ധു മോപ്പ് കൊണ്ട് അവിടെയെല്ലാം തുടക്കുകയാണ്. അമ്മ പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ മാളും അല്പം കൂടി ഉയർന്നു നിന്നുകൊണ്ട് ഉയരത്തിലുള്ള പൊടി മുഴുവൻ തട്ടിക്കളയാൻ തുടങ്ങി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവളാണ് ഈ മാളവി. അമ്മേ പറഞ്ഞു തീരും മുന്നേ നടുവും പിടിച്ച് നിലത്തേക്ക് വീണു മാളും. ശരീരം ആകെ ഒരു തരിപ്പ് പോലെ തോന്നിയവൾക്ക്. കിട്ടിയോ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനായോ നിനക്ക്? സിന്ധു വേഗം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളുടെ ബാഗ് നോക്കി രണ്ടെണ്ണം കൂടെ കൊടുത്തു. അത് കണ്ട് മായ വാപത്തി പൊട്ടിച്ചിരിക്കുമ്പോൾ മാൾ അവളെ കൂർപ്പിച്ച് നോക്കി. എന്താ ഇവിടെ, കഴിഞ്ഞോ പണിയൊക്കെ? അപ്പോഴാണ് അതും ചോദിച്ചുകൊണ്ട് ശ്രീധരൻ അവിടേക്ക് വരുന്നത്. എവിടെ കഴിയാനാ, ദേ ശ്രീയേട്ടൻ്റെ മോള് ഭൂമിവന്ദനം നടത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്നത് കണ്ടില്ലേ? ഭൂമിവന്ദനോ? അത് ഈ ഉച്ചക്കോ? അയാളിൽ കാര്യം മനസ്സിലാകാതെയുള്ള സംശയമാണ്. എൻ്റെ അച്ചോ, ഞാൻ ഈ താറയൊന്ന് ടെസ്റ്റ് ചെയ്താലേ? ഒന്നുമില്ലെങ്കിലും ആ ഒരു ഫിലിം സ്റ്റാർ താമസിക്കാൻ പോണ വീടല്ലേ ഇത്. അപ്പം നല്ല ഉറപ്പുണ്ടെന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ, തറക്കൊക്കെ നല്ല ഉറപ്പുണ്ടോ? പിന്നെ ഇൻഡിഗോ സിമെൻ്റ് അല്ലേ, നല്ല ഉറപ്പുണ്ട്. നടുവും താങ്ങി അതും പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന തങ്ങളുടെ മകളെ കണ്ട് അവർക്ക് ചിരിയാണ് വന്നത്. അടുത്തടുത്ത് രണ്ട് വീടുകളാണ് അവിടെ. ഒന്നവർ താമസിക്കുന്ന കൊച്ചു വീടും മറ്റേത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടും. അത് പണി കഴിപ്പിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അവരവിടേക്ക് ഇതുവരെ താമസം മാറിയിട്ടില്ല. രണ്ട് വീടുകളും തമ്മിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നടുവിലായി ഒരു മൺപാതയും. അവരിപ്പോൾ താമസിക്കുന്ന വീടിന് മുന്നിലായി നിറയെ ചെടികളും സിമെൻറ്റ് കൊണ്ട് കെട്ടിയ ടാങ്കും വെള്ളവും പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ചെടികൾക്ക് വേണ്ടുന്ന വെള്ളം കോരി എടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു മുറ്റാണ് അവിടെ. ഒന്നും പാകിയിട്ടില്ലെങ്കിലും നല്ല തണുത്ത മണ്ണുണ്ട്. ഒരു സൈഡിൽ മുഴുവൻ ചുവന്ന ആന്തൂരയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ അത്രയും ഭംഗി. അതുപോലെ തന്നെ വലിയ വലിയ പവിഴമല്ലി ചെടികളുണ്ട്. മുറ്റം മുഴുവൻ ആ പൂക്കളാൽ നിറയാറാണ് പതിവ്. നടപ്പാതക്ക് മഞ്ഞ വിരിക്കും പോലെ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആ വീടിന് ചുറ്റും മഞ്ഞുകണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതുപോലെ തോന്നും. അതിരാവിലെയാണ് അത് കാണാൻ അത്രയും ഭംഗി. ഒരു റൂമിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണതും. ലാപ്ടോപ്പ്, ഫ്രെയിം ഫോട്ടോസ്, ഗ്രീൻ പാൻസ്, AC, TV, മിനി ഫ്രിഡ്ജ് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഒരു സൈഡിലായി വുഡ് ഷെൽഫിൽ ധാരാളം ബുക്സും അടുക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ആ റൂമിൻ്റെ ഹൈലൈറ്റ്. ചുറ്റും ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. ബെയിൻ ബാഗിലിരുന്ന് കാല് രണ്ടും നീട്ടിവെച്ച് ചാഞ്ഞു കിടക്കുന്ന അവൻ്റെ കയ്യിൽ ഏതോ ഒരു ഇംഗ്ലീഷ് നോവൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ണിൽ ബ്ലാക്ക് ഫ്രെയിം കണ്ണടയുണ്ട്. അരികിലായി പൊട്ടിച്ചൊരു കുപ്പി മദ്യവും.
വായനയോടൊപ്പം ഇടയ്ക്കത് സിപ്പ് ചെയ്യുന്നുണ്ട് അവൻ. ഗ്രേ കളർ സ്ലീവ്ലെസ് ടീഷർട്ടും ഡാർക്ക് പാൻറ്റുമാണ് അവൻ്റെ വേഷം. ശ്രദ്ധ മുഴുവൻ ആ ബുക്കിലാണ്. നിറയെ പീലികളുള്ള അവൻ്റെ ഇളം ബ്രൗൺ കണ്ണുകൾ ആ വരികൾക്കൊപ്പം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴാണ് മാധവ ആ റൂമിലേക്ക് വരുന്നത്. അവൻ നേരെ വന്ന് അർജുൻ്റെ അടുത്തായി ഇരുന്നു കൊണ്ട് ചോദിച്ചു, നീ എന്താ അത്യാവശ്യത്തിൽ കാണുമെന്ന് പറഞ്ഞത്? അവൻ്റെ ശബ്ദമാണ് അജീവൻ ആ വായനയിൽ നിന്നും ഉണർത്തിയത്. കയ്യിലിരുന്ന ബുക്ക് മടക്കി അടുത്ത് വെച്ചുകൊണ്ട് അവൻ നിവർന്നിരുന്നു. ടുഡേ കഴിഞ്ഞല്ലേ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് പോകുന്നത്? ആ അതെ, എന്താടാ? സ്റ്റേ ചെയ്യേണ്ട കറക്റ്റ് പ്ലേസ് നീ സാധനം വിളിച്ച് ചോദിക്കും. നമുക്കിന്ന് ഈവനിങ് തന്നെ ഇവിടെ തിരിക്കണം, എങ്കിൽ മോർണിംഗ് അവിടെ എത്താം. കൂളായി പറഞ്ഞുകൊണ്ട് അടുത്തിരുന്ന ബോട്ടിലെടുത്ത് സിപ്പ് ചെയ്യുന്നവരെ മാധവൊന്ന് ചുവന്ന് നോക്കി. ഇന്നോ? എന്തിന്? അതിന് ഡയറക്ടറൊക്കെ ടൈമിലാണ് എത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ട് വേണം നിനക്കറിയാൻ. മാധവന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിക്കുന്നു. ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ. അല്പം തറപ്പിച്ച് അവൻ അത് പറയുമ്പോൾ പിന്നെ മാധവനൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. കാരണം അർജുൻ വസിഷ്ഠ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അത് ആരേക്കാളും നന്നായി മാധവനറിയാം. മാധവ അവനെ നോക്കിക്കൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് സിന്ധു. ഈവനിങ് ചായക്കുള്ള പരിപാടിയിലാണ് അവർ. എല്ലാം ഒന്ന് ഒതുങ്ങിയതും കൈ കഴുകി സാരിത്തലപ്പിൽ തുടച്ചുകൊണ്ട് അതേ സാരിത്തലപ്പ് പിടിച്ച് അവരിടുപ്പിൽ കുത്തി. ശേഷം ഒരു വലിയ പ്ലേറ്റിൽ കുറച്ചധികം കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും അല്പം സോസും എടുത്തു വെച്ചു. കൂടെ 4 ഗ്ലാസ്സിൽ ചായയും പകർന്ന് ട്രൈയിലാക്കിക്കൊണ്ട് സിന്ധു അതും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കൈവരിയുടെ താഴെയായി കെട്ടിയിട്ടുള്ള തിണ്ണയിലായിരിക്കുകയാണ് അച്ഛനും മക്കളും. ശ്രീധരൻ്റെ 2 സൈഡിലുമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് മാളുവും മയുവും. ഇതിവിടെ പതിവാണ്. വൈകുന്നേരമായ അച്ഛനും മക്കളും ഒപ്പമുള്ള ഈ അധിക സമയം. സിന്ധു ചായയും കൊണ്ട് വരുമ്പോൾ കാണുന്നത് അച്ഛനോട് കത്തി വെച്ചിരിക്കുന്ന തൻ്റെ മക്കളെയാണ്. മാളു കൊണ്ട് തകർക്കുമ്പോൾ മായ അവളുടെ രീതിയിൽ സംസാരിക്കുകയാണ്. എല്ലാം കണ്ട് ചിരിയോടെ ശ്രീധരനും, എൻ്റെ പെണ്ണെ, കുറച്ച് നേരെങ്കിലും ആ വായിക്കൊന്ന് റെസ്റ്റ് കൊടുക്കുന്നേ. സിന്ധു അവർക്കടുത്തേക്ക് ആ പ്ലേറ്റ് കൊണ്ട് വെച്ചുകൊണ്ട് അത് പറയുമ്പോൾ മാള് ചുണ്ടുകൂട്ടി. ഞാൻ എൻ്റെ അച്ഛയോടല്ലേ പറയണേ, അതിന് അമ്മക്ക് എന്താ? ദേ താർക്കുത്തരം പറഞ്ഞാൽ വന്നങ്ങോട്ട് വെച്ച് തരും ഞാൻ. സിന്ധു അവൾക്ക് നേരെ കൈ നീട്ടി. സിന്ധു മതി, അവൾ കുഞ്ഞല്ലേ, നീ ഒന്ന് നിർത്ത്. ഓ, അല്ലെങ്കിൽ അച്ഛനും മക്കളും ചേർന്നാൽ പിന്നെ എന്നെ വേണ്ടല്ലോ. രാത്രി വാ കൊഞ്ചിക്കൊണ്ട്. ആദ്യം അല്പം ഉറക്കുകയും അവസാനം പതിയുമായി അവർ പെറുപെറുക്കുമ്പോൾ ശ്രീധരൻ അത് നന്നായി തന്നെ കേട്ടു. അതിൻ്റെ ഫലമൊന്നോടെ മായയുടെ ചുണ്ടുകളിൽ കള്ളച്ചിരി വിരിഞ്ഞു. പിന്നെ എങ്ങോട്ട് അവരുടെ ടൈമായിരുന്നു. എല്ലാവരും ചേർന്ന് സംസാരവും ചായകിടക്കിയായി അവിടെ കൂടി. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴാണ് ശ്രീധരൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. സതീശനാണല്ലോ, എന്താണാവോ? അത് പറഞ്ഞ അയാൾ കോളെടുത്ത് സംസാരിക്കുമ്പോൾ ബാക്കി 3 ആളും അയാളെ തന്നെ നോക്കിയിരുന്നു. അതൊന്നും സാരില്ലടോ, അവർ വന്നോട്ടെ, ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ. ശരിയടോ എന്നാ. അത്രയും പറഞ്ഞ അയാൾ സംസാരം അവസാനിപ്പിച്ചു. എന്തായിട്ടാ, എന്തിനാ സതീശൻ വിളിച്ചത്? എടോ, ആ പിള്ളേർ നാളെ അവരിവിടെ എത്തുമെന്ന്, അതൊന്നും അറിയിക്കാൻ വിളിച്ചതവൻ. അത് കേട്ടതും കാര്യം മനസ്സിലാകാത്തതുപോലെ 3 പേരിലും സംശയമായിരുന്നു. പിള്ളാരോ? ഏട്ടൻ ഇത് ആരുടെ കാര്യം പറയുന്നത്? എടോ, ആ സിനിമക്കാർ തന്നെ. അത് കേട്ട് ഞെട്ടിയത് നമ്മുടെ മാളുവായിരുന്നു. അതിനവർ 2 ദിവസം കഴിഞ്ഞ് വരുന്നല്ലേ പറഞ്ഞത്? ഇതെന്താ ഇത്ര പെട്ടെന്ന്? അതൊന്നും അറിയില്ലടോ. ആ, എന്തായാലും എല്ലാം ഇന്ന് തന്നെ റെഡിയാക്കിയിട്ട് നന്നായി. ഇല്ലെങ്കിൽ രാത്രിയുള്ള ഉറക്കം പോയി കിട്ടിയേനെ. ഞാനൊന്ന് കുളിക്കട്ടെ, കാവലയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. 2 ദിവസത്തേക്ക് ആഹാരം എവിടെ നിന്ന് കൊടുക്കണം? ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ അവർ പറയും പോലെ. അതും പറഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ സിന്ധുവും അയൽക്കുമ്പോൾ പിന്നാലെ പോയി. ഒടുവിൽ അവിടെ മാളുവും മായവും മാത്രമാകുമ്പോൾ മായ തൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടി. എന്താ? മാളു അല്പം ഗൗരവമായിട്ട് ചോദിച്ചു. മയൊരു കളിയായാണ് പറഞ്ഞതെങ്കിലും എന്തുകൊണ്ടോ മാളുവിൻ്റെ നെഞ്ചൊന്നിടിച്ചു. എന്നാൽ വേഗം ഗൗരവമെടുത്ത് മുഖത്ത് അണിഞ്ഞു അവൾ. ദേ പെണ്ണെ, എൻ്റെ കയ്യിലെടുത്തുനിന്ന് മാറി നിന്നോ നീ, ഇല്ലെങ്കിൽ ഒരു തട്ടങ്ങ് തരും ഞാൻ. അവിടെ ഒരു രാജകുമാരൻ. ചുണ്ടുകോട്ടി അതും പറഞ്ഞ് ചവിട്ടി കുലുക്കി അകത്തേക്ക് കയറി പോകുന്നവളെ കണ്ട് മായ വാ പൊത്തി ചിരിച്ചു. എൻ്റെ കൊടുവള്ളി, മനസ്സിലാകെ ഒരു പെടപ്പ് പോലെ. എന്തതിന് കാരണം? അവൻ്റെ ചിരിക്കുന്ന ആ മുഖത്തേക്ക് നോക്കി മെല്ലെ ചോദിച്ചു അവൻ. സത്യത്തിൽ നിങ്ങളാണ് മനുഷ്യ എൻ്റെ രാജകുമാരൻ? മനസ്സിൽ നിന്നും ഉരിയാടി ആ ചോദ്യം നാവുകൾ പുറത്തേക്ക് വിടുമ്പോൾ അവൾ സ്വയം ചിരിച്ചു. പിന്നെ രാജകുമാരൻ, അതും എൻ്റെ നടന്നത് തന്നെ.
എൻ്റെ മാളു, നിനക്ക് തീരെ ബുദ്ധിയില്ലാണ്ടായോ? പുള്ളി ലോകം മുഴുവൻ അറിയപ്പെടുന്ന യൂത്ത് സ്റ്റാറാണ്. അത് മാത്രോ, ലക്ഷക്കണക്കിന് ആരാധികന്മാരാ ഇങ്ങേർക്ക്. എന്തിനേറെ പറയുന്നു, അങ്ങേരുടെ ഉള്ളിൽ തന്നെ കാണും ഒരു സുന്ദരി. അതുകൊണ്ട് വിട്ടുപിടി. ഈ ജന്മം നിനക്കുള്ളതല്ല എൻ്റെ മാളുവേ, ഈ അരിമണി. അവനെ നെഞ്ചിലിട്ടൊന്ന് കുത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തനിക്കായി പിറന്നവനാണ് അവനെന്ന്. നേരം മെല്ലെ പുലർന്നു വരുന്നതേ ഉള്ളൂ. ഉടുത്തിരുന്ന താവണി പാവാട മെല്ലെ ഒരു തിരുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ മുറ്റത്തെ സിമെന്റ് ടാഗിൽ നിന്നും വലിയൊരു ബക്കറ്റിൽ വെള്ളം കോരി ചെടികളെല്ലാം നനച്ചു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിന്റെ തണുപ്പും വീശിയെടുക്കുന്ന ചെറു കാറ്റും മുറ്റം മുഴുവൻ വീണ് കിടക്കുന്ന പവിഴമല്ലി പൂക്കളും കൂടിയാകുമ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു അവിടെ മാറി. അപ്പോഴേക്ക് എന്നത്തെയും പോലെ മായി മുറ്റമടിക്കാൻ തുടങ്ങി. ആ നേരം കൊണ്ട് മാള് ചെടികളെല്ലാം നനച്ച ശേഷം ബക്കറ്റിലിരുന്ന വെള്ളം കയ്യിൽ കോരി നിലത്ത് മുഴുവൻ തെളിച്ചു. ഇല്ലെങ്കിൽ സൂര്യ ഒതുക്കുമ്പോഴേക്ക് പൊടി വാരി തുടങ്ങും. വെള്ളം നനച്ച അതങ്ങ് അടിഞ്ഞോളും. ചെന്നിച്ചിരിങ്ങിയുള്ള പതിവ് ശബ്ദം കേൾക്കെ മയവും മാളവും തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു വേലി കടന്നു വരുന്ന കുറച്ചധികം താറാവ് കൂട്ടം. രാധിക ചേച്ചിയുടെ വീട്ടിലെയാണ്. പക്ഷെ നേരെ ഒന്ന് പുലർന്നു കഴിഞ്ഞാൽ കുടുങ്ങി വരുന്നത് ഇവിടേക്കാണ്. പിന്നെ ആ സിമെന്റ് ടാങ്കിൽ കയറി വെള്ളത്തിൽ കിടന്ന് നീന്തി തുടുക്കും. ഏറെ നേരത്തെ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞ ശേഷം സിന്ധു കൊടുക്കുന്ന രാവിലത്തെ തീറ്റയും കഴിച്ചാണ് അവർ മടങ്ങുന്നത്. പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ന് വന്നുടനെ വെള്ളത്തിലേക്ക് ഇറങ്ങാതെ മുറ്റത്ത് നനവിൽ ചീക്കി ചീകിയാൻ തുടങ്ങി. അച്ഛനിത് എങ്ങോട്ട് രാവിലെ? കയ്യിലിരുന്ന വെള്ളം താവണി ഷോളിൽ തുടച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്ന മാള് കാണുന്നത് എങ്ങോട്ടോ പോകാൻ നിൽക്കുന്ന തൻ്റെ അച്ഛനെയാണ്. സതീശൻ വിളിച്ചിരുന്നു, ആ പിള്ളേരെത്താറായി എന്ന്. ഞാൻ കവലയിൽ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങോട്ടുള്ള വഴി അറിയില്ലല്ലോ. മോൾ ഒരു കാര്യം ചെയ്യും, അപ്പോഴേക്കും മഴവിനെയും കൊണ്ട് അവിടെ പോയി വാതിലും ജനലകളും തുറന്നിട്. ഷർട്ടിന്റെ പാട്ടിലിട്ട് കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ പറഞ്ഞു. ശരി അച്ഛാ, അച്ഛൻ പോയി വരും. അത് പറഞ്ഞ് മൈവിനെയും കൊണ്ട് മാൾ ഔട്ട് ഹൗസിലേക്ക് നടന്നു. വെള്ളാരംകുന്ന് എന്ന ബോർഡ് കടന്ന് അവൻ്റെ വില കൂടിയ ഓടിക്കാർ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യതാപം നേരിയ തോതിലായിരുന്നു. തൻ്റെ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ മെല്ലെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഉദിച്ചു വരുന്ന സൂര്യപ്രഭയാൽ തിളങ്ങുന്ന വെള്ളാരംകുന്ന്. കുളങ്ങളും കൊച്ചു കൊച്ചു അരുവികളും അമ്പലങ്ങളും വയലുകളും ചുറ്റും നിരന്നു നിൽക്കുന്ന ചെറുതും വലുതുമായ മരങ്ങൾ, കവലയിൽ കൂടി നിൽക്കുന്ന കുറച്ച് മനുഷ്യർ എല്ലാം കടന്ന് റോഡരികിലായ മാധവ് കാർ ഒതുക്കി നിർത്തി. ശേഷം ഗ്ലാസ് മെല്ലെ ഒന്ന് താഴ്ത്തി. ഹോ, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് മാൻ. ഗ്ലാസ് ഒന്ന് താഴ്ത്തിയതും ഉള്ളിൽ നിറഞ്ഞു നിന്ന AC തണുപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അധികാരം സ്ഥാപിച്ച പുറത്തെ ഇളം തണുപ്പിൽ ആ ഇരു ശരീരങ്ങളൊന്ന് കുളിർത്തു. യാ നൈസ്. നീ ആരോടെങ്കിലും ഒന്ന് ചോദിക്ക് ആ വീട്ടിലേക്ക് പോകാനുള്ള വഴി. ഓക്കേ. അത് പറഞ്ഞ് മാധവ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ആരോ ഒരാൾ അവരുടെ കാർ പാസ് ചെയ്ത് പോയതും ഒന്നിച്ചായിരുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ. ആ ശബ്ദം കേൾക്കി ആകാശം ഒന്ന് തിരിഞ്ഞു നോക്കി. മുന്നിലിരിക്കുന്ന പരിചയമില്ലാത്ത ആളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അതോടൊപ്പം ആ വില കൂടിയ കാറിലേക്കും അവനൊന്ന് നോക്കി. അതെ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ എന്ന ആളുടെ വീട് ഏതാണ്? പ്ലീസ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? മാധവ് ആകാശിനോട് ചോദിക്കുമ്പോൾ ആകാശം നോക്കിയത് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളിലേക്കാണ്. വൈറ്റ് റൗണ്ട് നെക്ക് ടീഷർട്ട്, ബ്രൗൺ സ്കാജർ പാൻറ്. മുഖം വ്യക്തമല്ല, കാരണം സ്കാർഫ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഫേസ് മുഴുവൻ. പക്ഷേ ആ രൂപം കാണുക ഒരു മുഖമാണ് ആകാശിൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നത്. അർജുൻ വസിഷ്ഠ. അവൻ മെല്ലെ പറയുമ്പോൾ മാധവ് ആകാശിനെ നോക്കി, പിന്നെ അർജുനെയും. അവനവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഫോണിലാണ്. എക്സ്ക്യൂസ് മീ, ഇയാളൊന്നും പറഞ്ഞില്ല. മാധവന്റെ ശബ്ദമാണ് ആകാശിനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശ്രീധേട്ടതേ അവിടെ ഉണ്ടാവും, ഞാൻ പോയി കൂട്ടിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആകാശ് തൻ്റെ കടയിലേക്ക് കയറിപ്പോയി. ഹജു, നീ എന്തൊക്കെ വേഷം കെട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവരും നിന്നെ തിരിച്ചറിയും. ദേ, അയാൾക്ക് തന്നെ നീ ആരാണെന്ന് മനസ്സിലായി. മാധവ് അത് പറയുമ്പോൾ അജവനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. അപ്പോഴേക്ക് ആകാശ് ശ്രീധരനെയും കൊണ്ട് അവിടേക്ക് വന്നു. ഇതാ ശ്രീധരേട്ടൻ. അയാളെ മാധവന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അല്പനേരമായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ ഉടനെ എത്തുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അങ്കിളെന്ന് കയറിക്കോളൂ, ഞങ്ങൾക്ക് വഴി അറിയില്ല. ആയിക്കോട്ടെ ആകാശേ, ഞാൻ ഇവരെയും കൊണ്ട് പോയിട്ട് വരാം. ആകാശിനോട് അതും പറഞ്ഞുകൊണ്ട് ശ്രീധരൻ ബാക്കിൽ വന്ന് കയറി. ഉടനടി ആ കാർ അതിവേഗത്തിൽ അവിടുന്ന് പോയി. ഒരു ഇരുനില വീടിന് മുന്നിലായി മാധവ് കാറ് കൊണ്ട് നിർത്തി. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് മാധവ് ശ്രീധരനുമായിരുന്നു. ഒടുവിലായി അവനും ഇറങ്ങി. ഒരു ഇളം കാറ്റും എല്ലാവരും തൊട്ട് തലോടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ അവൻ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകളൊന്ന് വികസിച്ചു. ശേഷം എന്തോ അർത്ഥം വെച്ച് തമ്മിൽ അവരൊന്ന് നോക്കി. ദേ, അതാണ് ഔട്ട് ഹൗസ്.
അവിടെ ആരും താമസിക്കാറില്ലായിരുന്നു. ഞാനും ഭാര്യ 2 പെൺമക്കളും മാത്രമാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി സൗകര്യങ്ങൾ പോരെന്ന് തോന്നിയാൽ അത് പറയാൻ മടിക്കണ്ടേ. കുറച്ച് ദൂരെ പോയാൽ ഒരു ഹോട്ടലുണ്ട്. മാധവന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അയാളത് പറയുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. നോ അങ്കിൾ, ആദ്യ കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്കിവിടമെല്ലാം ഇഷ്ടമായി. പോകുന്നവരെ എന്തായാലും ഞങ്ങൾക്ക് ഈ പ്ലേസ് മതി. അത് കേട്ട് വല്ലാത്ത സന്തോഷം തോന്നി ശ്രീധരന്. അപ്പോഴാണ് അകത്തുനിന്ന് സിന്ധു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്ത് നിൽക്കുന്ന 2 പേരെയും കണ്ട് അവരിലൊരു വെപ്രാളം നിറഞ്ഞു. ഇതാണ് എൻ്റെ ഭാര്യ സിന്ധുജ. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തവൾ മാളവിക, ഇളയവൾ മായാവിക. മാധവ് സിന്ധുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കൊരു കോള് വന്ന് ആ ചെവിടുന്ന് മാറി. നിങ്ങൾക്കുള്ള ആഹാരമൊക്കെ? ശ്രീധരനൊരു സംശയ രൂപേണ ചോദിച്ചു. ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ ബട്ട് നോ പ്രോബ്ലം, അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആഹാരമൊക്കെ ഇവിടെ ഉണ്ടാക്കി തരൂ. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ 2 പേർക്ക് കൂടെ ഉണ്ടാക്കുന്നതിൽ ഇവൾക്ക് ഭാരമൊന്നുമില്ല. അത് കേട്ട് മാധവ് ഒന്ന് ആലോചിച്ചു. അങ്കിൾ, ഞങ്ങൾ 2 പേരല്ല 4 പേരുണ്ടാവും. 2 ഗാർഡ്സും കൂടെ ഉടനെ വരും. സോ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും. ഏയ്, അതൊന്നും സാരല്ല, എനിക്കൊരു വിരോധമില്ല. സിന്ധു അത് പറയുമ്പോൾ മാധവ് പിന്നെ ഒന്നും പറയാൻ പോയില്ല.